നമസ്കാരം. കഴിഞ്ഞ 15-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും കൂടാതെ അതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ റവന്യൂ വകുപ്പിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ആയിരിക്കണമെന്നും കാണിച്ചുകൊണ്ട് ഒരു ഇൻ്ററിം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരെ മുക്കം ഫൈസിയും വഖഫ് ബോർഡും ഒക്കെ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. ആ കേസ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഡ്മിഷൻ സമയത്ത് വാദം കേട്ടു. അവിടെ സുപ്രീം കോടതിയിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ എത്ര കേസുകളുണ്ടായിരുന്നു, ഓരോ കേസിലെയും ആവശ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പൊന്നാനി MLA KP നൗഷാദ് അലി പറയുന്നത് കേൾക്കുക. അതാണ് ഷോൺ ജോർജ് എടുത്തുന്നയിക്കുന്ന വിഷയം. അയാൾക്ക് ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട 9 ആളെ കുറിച്ച് ഒരു എതിരഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ ഏക അഭിപ്രായ വ്യത്യാസം 2 ഒഴിവുകളും നികത്തുന്നതിലെ കാലവിളംബം മാത്രമാണ്. എന്നാൽ മറ്റ് 3 ഹർജിക്കാർക്ക് പലരുടെയും അയോഗ്യത വിഷയമാണ്. ഇതിനകത്ത് മെറ്റിക്കുലസായ പല വിഷയങ്ങളും അവർ ഉയർത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ഈ 4 ഹർജികൾ. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. അതായത് ഷോൺ ജോർജിന്റെ ഏക ആവശ്യം എന്ന് പറയുന്നത് 11 അംഗ സമിതിയിൽ 9 പേരെ മാത്രമേ പിണറായി വിജയൻ സർക്കാർ നിയമിച്ചുള്ളൂ. ബാക്കി 2 തസ്തികകളുണ്ട്. അതിലേക്ക് 2 നോൺ മുസ്ലിമിനെ നിയമിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഷോൺ ജോർജിൻ്റെ ആവശ്യം. മറിച്ച് ബാക്കിയുള്ള ഹർജിക്കാരുടെ ആവശ്യം തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഞാൻ ഉന്നയിച്ചിരുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വഖഫ് ബോർഡ് അത് തന്നെ ഇല്ലീഗലാണ് എന്നാണ്. എൻ്റെ ആവശ്യം ഈ ബോർഡിനെ തന്നെ പിരിച്ചുവിട്ട് പുതിയ 11 പേരെ അതിലേക്ക് നിയമിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. എന്നാൽ വളരെ ബുദ്ധിപരമായിട്ട് വഖഫ് ബോർഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഷോൺ ജോർജിൻ്റെ ഹർജിയെ മാത്രം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ചലഞ്ച് ചെയ്തു. മറ്റുള്ള 3 ഹർജിക്കാരുടെ ഈ ഹർജിയെ ചലഞ്ച് ചെയ്യുകയോ അവരെ എതിർകക്ഷി ആക്കുകയോ ചെയ്തില്ല. അതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ ഷോൺ ജോർജിന് സമാനമായ ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതി മുമ്പാകെ തമിഴ്നാട് വഖഫ് ബോർഡിനെതിരെ ഒരാൾ ഫയൽ ചെയ്തിരുന്നു. അതിലും അദ്ദേഹത്തിൻ്റെ ആവശ്യം 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നിയമിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ മദ്രാസ് ഹൈക്കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ തന്നെ സ്റ്റേ ചെയ്തു. അതിനെതിരെ തമിഴ്നാട് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയി, നമ്മുടെ കേരള വഖഫ് ബോർഡ് പോയതുപോലെ. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു, 2 അംഗങ്ങളെ നിയമിക്കണം എന്നുള്ളത് മാത്രമാണ് ആവശ്യമെങ്കിൽ എന്തിനാണ് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ തന്നെ സ്റ്റേ ചെയ്യുന്നത്? അതിനുശേഷം തമിഴ്നാട് സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ ആരെയാണോ ഈ 2 തസ്തികകളിൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് സുപ്രീം കോടതിക്ക് നൽകൂ എന്നാണ് ആവശ്യപ്പെട്ടത്. അതായത് സുപ്രീം കോടതി തന്നെ ആ നിയമനം നടത്തി ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യും. അപ്പോൾ ഈ വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ ചിദംബരേഷിൻ്റെ, അദ്ദേഹം നേരത്തെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൺ ജോർജിനെ മാത്രം ചലഞ്ച് ചെയ്യുക, ബാക്കി ആൾക്കാരെ ചലഞ്ച് ചെയ്യാതിരിക്കുക. അതിനുശേഷം പറയുക സമാനമായ വിഷയത്തിൽ സുപ്രീം കോടതി നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു, അതേ തീരുമാനം ഇവിടെയും എടുക്കണം എന്നായിരുന്നു ഇന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതായത് വളരെ ബുദ്ധിപരമായിട്ട് സുപ്രീം കോടതിയെ പറ്റിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഈ വഖഫ് ബോർഡിൻ്റെയും ഒക്കെ ഉദ്ദേശ്യം. അപ്പോൾ ജയദീപ് ഗുപ്തയാണ് കേരള സർക്കാരിന് വേണ്ടി ഹാജരായത്. അദ്ദേഹവും പറഞ്ഞു ഇത് വിഷയം അതിന് സമാനമായ ഒരു വിഷയമല്ല, മദ്രാസ് ഹൈക്കോടതിയിൽ നടന്നതിന് സമാനമായ വിഷയം അല്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു, മൈലോഡ്, ഇത് ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലല്ല ഈ വിധി വന്നിരിക്കുന്നത്. മറ്റു 3 പേരും കൂടി വിഭിന്നങ്ങളായ 3 പെറ്റീഷൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വിധി വന്നത്. എന്നാൽ ഈ വഖഫ് ബോർഡ് ആ 3 പേരെയും ഈ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല, അവരുടെ ഹർജികളെ അവരിവിടെ ചലഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിദംബരേഷ് പെട്ടു. ചിദംബരേഷ് വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ വാദം മാത്രം കേട്ടതിന് ശേഷം ഒരു വിധി പറയും എന്നാണ്. എന്നാൽ എനിക്കിവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഷോൺ ജോർജിന് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ ഒരു വലിയ വക്കീലായിരുന്നു. കാരണം ഫീസ് കൊടുക്കുന്നത് BJP ആണല്ലോ, അതുകൊണ്ട് അവരൊക്കെ തന്നെ ഹാജരാകും. എന്നാൽ ഇന്ന് കോടതി മുമ്പാകെ അദ്ദേഹം കമാശിവ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അവിടെ അദ്ദേഹത്തിന് മിണ്ടേണ്ട ആവശ്യവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹർജിക്കാരൻ്റെ ആവശ്യം ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 2 പേരെ നിയമിച്ചാൽ മാത്രം മതി, ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം മാന്യമായിട്ട് അവിടെ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ കോടതിക്ക് തന്നെ ബോധ്യമായി, കോടതി എടുത്ത് പറയുകയും ചെയ്തു, അപ്പോൾ അവിടെ 4 പെറ്റീഷൻ ഉണ്ടായിരുന്നു അല്ലേ, അപ്പോൾ ഇതിൽ 1 മാത്രമാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്, മറ്റ് 3 പേരെ ചലഞ്ച് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് കോടതി ജസ്റ്റിസ് ബാഗ്ചിയാണ് ചോദിച്ചത്. എന്തായാലും
അതിനുശേഷം ഈ ചിദംബരേഷ് അവിടെ കരഞ്ഞു മെഴുകി എങ്കിൽ തന്നെയും കോടതി ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്യുന്നതിലും പിന്മാറുകയാണ് ഉണ്ടായത്. എന്നിട്ട് കോടതി തന്നെ പറഞ്ഞു, അതായത് ഈ ഇൻ്ററിം ഓർഡറിൻ്റെ ആദ്യം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള വഖഫ് ബോർഡ് നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് എക്സ്പെൻഡിച്ചർ വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നതിന് മുൻപായിട്ട് കേരള ഹൈക്കോടതിയുടെ പെർമിഷൻ എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു, അങ്ങനെ ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം എന്തിനാണ് അവസാനം ആ ഉത്തരവിൻ്റെ അവസാനം വന്നിട്ട് അവസാനത്തെ ലൈനിൽ വന്നിട്ട് ഒരു സർക്കാരിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കും ഇതിൻ്റെ ദൈനംദിന ഭരണം നടത്തുക എന്ന് പറഞ്ഞത്? അത് രണ്ടും കൂടി ശരിയാകുന്നില്ലല്ലോ. അപ്പോൾ വഖഫ് ബോർഡിന് തന്നെ പ്രവർത്തിക്കാം, പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണം. അപ്പോൾ അതിനിടയിൽ വന്നിട്ട് ഒരു ജോയിൻറ്റ് സെക്രട്ടറിയെ ഭരണം കൂടി ഏൽപ്പിച്ചത് രണ്ടും കൂടി ശരിയാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലെ അവസാനത്തെ സെൻറ്റൻസ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഹൈക്കോടതിയോട് എത്രയും വേഗം ഈ കേസിൽ ഒരു വാദം കേട്ടതിന് ശേഷം അന്തിമ വിധി പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു പുതിയ ഉത്തരവിട്ടു. ആ കേസ് സുപ്രീം കോടതിയിൽ കേസേ അവസാനിച്ചു. അതായത് ഈ ഡയറക്ഷൻ കൊടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം എടുക്കണം എന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ഷോൺ ജോർജിൻ്റെ ഹർജിയുടെ പുറത്തായിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരു തീരുമാനം, ഒരു സ്റ്റേ ഓർഡർ നമ്മുടെ ഹൈക്കോടതി എടുത്തത്. എന്നാൽ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ പറയാൻ സാധിച്ചു, തെളിയിക്കാൻ സാധിച്ചു. കോടതിക്ക് അത് മനസ്സിലായി. മറ്റ് 3 കക്ഷികളും കൂടി ഇതിലുണ്ട്. അവരുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോൺ ജോർജിൻ്റെ ഹർജിയെ മാത്രം ചലഞ്ച് ചെയ്യുന്ന SLPയിൽ അതിൽ ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എടുക്കപ്പെട്ട തീരുമാനം. അപ്പോൾ ഇപ്പോഴും ഞാൻ പല വാർത്തകളും കാണുന്നു, വഖഫ് ബോർഡ് ആശ്വാസം. വഖഫ് ബോർഡിന് ഒരു ആശ്വാസവും ഇല്ല. അവർക്ക് അവിടെ വന്നിട്ട് ചായയും ബിസ്ക്കറ്റും തിന്നിട്ട് വീട്ടിൽ പോകാമെന്നല്ലാതെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളും ഇനി വരും ദിവസങ്ങളിലും എടുക്കാൻ കഴിയില്ല. ഹൈക്കോടതി അന്തിമമായിട്ട് ഈ ബോർഡിനെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും. അതിനെതിരെയും അന്ന് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോകും. അന്ന് അതിൻ്റെ പുറകെ ഞാൻ സുപ്രീം കോടതിയിൽ പോകില്ല, എനിക്കതിൻ്റെ ആവശ്യം ഇല്ല. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് മൈലേജിൻ്റെ ആവശ്യവും ഇല്ല. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും അന്തിമമായിട്ട് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ UDF സർക്കാർ എന്നോട് താങ്ക്സ് പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അന്തിമ വിധി വരുമ്പോൾ അവർക്ക് അവരുടേതായ 11 അംഗങ്ങളെ ഈ വഖഫ് ബോർഡിൽ നിയമിക്കാം. ഒരുപക്ഷെ എൻ്റെ ഈ ഹർജി ഇല്ലാതിരുന്നു എങ്കിൽ ഇപ്പോഴുള്ള 9 അംഗങ്ങൾ മാത്രം അവർ കണ്ടിന്യൂ ചെയ്തതിന് സതീശൻ സർക്കാരിന് 2 പേരെ മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ അന്തിമ വിധി വരുന്നതോടുകൂടി സതീശൻ സർക്കാരിന് ഇപ്പോഴുള്ള 9 പേരെ പിരിച്ചുവിട്ടതിന് ശേഷം ആകെ 11 പുതിയ അംഗങ്ങളെ ഈ വഖഫ് ബോർഡിൽ നിയമിക്കാൻ കഴിയും. അത് തന്നെയായിരിക്കും ഈ കേസിൻ്റെ അന്തിമ വിധി, പരിണത ഫലം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.